ചെറുത്തുനിൽപ്പിനായി പാടുപെടുമ്പോൾ സ്വന്തം രാജ്യത്ത് നിന്ന് ശത്രു രാജ്യത്തിന് വേണ്ടി ചാരപ്പണിയെടുത്ത ആൾക്ക് ഇറാൻ വധശിക്ഷ നടപ്പിലാക്കിയിരിക്കുന്നു. ഖുറൂഷ് ഖീവാനി എന്നയാളാണ് ഇറാന്റെ രഹസ്യങ്ങളെല്ലാം ചോർത്തി നൽകി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ചാരപ്രവർത്തനം നടത്തിയിരിക്കുന്നത്. ഇത്രയും ഗൗരവകരമായ ഒരു സമയത്ത് നിൽക്കുമ്പോൾ ചാരപ്രവർത്തനത്തിന് തയ്യാറായ ആൾക്ക് വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും അർഹിക്കുന്നില്ല എന്ന പ്രസ്താവന ഇറക്കിക്കൊണ്ടാണ് ഇറാൻ വധശിക്ഷ നടപ്പിലാക്കിയത്. അതായത് ഫെബ്രുവരി 28 സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഇതാദ്യമായാണ് ഒരാൾ ഇറാനിൽ ചാരപ്രവൃത്തിയുടെ പേരിൽ കൊല്ലപ്പെടുന്നത്. അത്രയ്ക്കും സൂക്ഷ്മമായി പരിശോധിച്ചു വരികയായിരുന്നു ഇറാൻ. എന്നിട്ടും ഇറാനിലെ അതിസുരക്ഷാ മേഖലകളെക്കുറിച്ചുള്ള പഴയ വിവരങ്ങളെല്ലാം അതുപോലെ അവയുടെ ചിത്രങ്ങളുമെല്ലാം മൊസാദ് സംഘത്തിന് ഇയാൾ കൈമാറിയതായി ഇറാൻ ഭരണകൂടത്തിന് വിവരം ലഭിച്ചു. ഇതേ തുടർന്ന് പിടിയിലായ ഖുറൂഷ് ഖീവാനിയെ ഇന്നലെ രാവിലെ വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയായിരുന്നുവെന്ന് ഇറാൻ ജുഡീഷ്യറിയുടെ അറിയിപ്പിൽ വ്യക്തമാക്കുന്നു. സയനിസ്റ്റ് ഭരണകൂടത്തിനായി ഈ രാജ്യത്തെ അതീവ സുരക്ഷാ കേന്ദ്രങ്ങളുടെ ചിത്രങ്ങളും വിവരങ്ങളും മൊസാദ് ഉദ്യോഗസ്ഥർക്ക് ചോർത്തി നൽകിയ ആളുടെ വധശിക്ഷ നടപ്പാക്കിയെന്ന വാർത്ത ഇസ്രായേലിന് വലിയ നാണക്കേടായി മാറി. കഴിഞ്ഞ വർഷം ജൂണിലും ഇസ്രായേലും ഇറാനും തമ്മിൽ 12 ദിവസത്തോളം ഒരു യുദ്ധം നീണ്ടുനിന്നിരുന്നു. ആ സംഘർഷത്തിനിടെ തന്നെ പിടിയിലായ ഇയാളുടെ ചാരപ്രവൃത്തി ഈ യുദ്ധത്തിലും അതുപോലെ ഖമേനിയുടെ വധത്തിനു വരെ സഹായകമായോ എന്ന സംശയവും ഇറാന് ഉണ്ട്. ഇയാൾക്ക് 6ഓളം യൂറോപ്യൻ രാജ്യങ്ങളിലും അതുപോലെ ടെൽ അവീവിലും അടക്കം പരിശീലനം ലഭിച്ചിട്ടുണ്ട് എന്ന് ഇറാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദിൻ്റെ ഏജന്റുമാരുമായി ഇയാൾ പലതവണ കൂടിക്കാഴ്ച നടത്തിയതിനടക്കമുള്ള തെളിവുകളും ഇറാന് ലഭിച്ചു. അതവർ വ്യക്തമാക്കുകയും ചെയ്തു. ഇസ്രായേലിനായി ചാരപ്രവൃത്തി ചെയ്തുവെന്ന് ആരോപിക്കപ്പെട്ട ഒരാൾ ഇറാനിൽ നിന്നുകൊണ്ട് മൊസാദിന് വിവരം കൈമാറിയെന്ന് പറയപ്പെടുന്ന നിരവധി പേരെ ഇങ്ങനെ ഇറാൻ വധിച്ചിട്ടുണ്ട് ഇതിനു മുന്നിൽ. അതിൽ അവസാനത്തെയാളാണ് ഇപ്പോൾ ഖുറൂഷ് ഖീവാനി എന്ന് പറയുന്നത്. ലോകത്തിൽ ഉടനീളം ഒട്ടനവധി രാജ്യങ്ങൾ, അതായത് ഗൾഫ് രാജ്യങ്ങളടക്കം ഇറാന് എതിരാണിപ്പോൾ. പക്ഷെ അതിനൊക്കെ ഓരോരോ കാരണങ്ങളുണ്ട്. അവരോട് സന്ധി ചെയ്താൽ പോലും ഈ ഒറ്റുകാരോട് ഒരു ദയയും കാണിക്കില്ല എന്നുള്ള ഇറാന്റെ വ്യക്തമായ മുന്നറിയിപ്പാണ് ഈ വധശിക്ഷ നൽകുന്നത്.